കുറ്റക്കാർക്കെതിരായി നടപടി എടുക്കാൻ പറഞ്ഞത് ഞാനാണ് ആദ്യമായിട്ട്, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണം. ഞങ്ങളെ കുറ്റക്കാരെ ആരെയും സംരക്ഷിക്കണ ചുമതലയൊന്നും നമുക്കില്ല. മനസ്സിലായി? ഒരു ജീവൻ ഏറ്റവും വിലപിടിച്ചതാണെന്നുള്ള മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഒരു കുടുംബത്തിലൊരു കുട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം എല്ലാവർക്കും ഉണ്ട്. അത് നോക്കിയിട്ട് എന്താ നടപടിയെടുക്കും. അത് ഇപ്പോൾ തന്നെ ഒന്ന് കവേർഡ് കണ്ടക്ട് ഇടാനുള്ള ഇത് തീരുമാനം എടുത്തിട്ടുണ്ട്. 5 ലക്ഷം റുപ്യ കൊടുത്തു. ഇനി ബാക്കി നഷ്ടപരിഹാരം കൊടുക്കും അവർക്ക്. ആ കുടുംബത്തിനെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കണം. വിദ്യാഭ്യാസ വകുപ്പും നല്ല രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത്. പോലീസും അതിൽ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ആർക്കാർക്കും അതിനെ വിളിച്ചു വെക്കാനൊന്നും പറ്റില്ല. നല്ല രീതിയിൽ തന്നെ ഇടപെടും ആണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രാഥമിക റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അനുസരിച്ചുള്ളതാണോ അതോ പുതിയ കൂടുതൽ ഡീറ്റെയിലേക്ക് അത് ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞൊന്നുമല്ല. അത് ഡീറ്റെയിൽ ആരാണ് ഉത്തരവാദി എന്നുള്ള നിലയ്ക്ക് ഉള്ള അന്വേഷണം നടത്തിയിട്ടില്ല. അത് അന്വേഷിക്കാനാണ് ചുമതലപ്പെടുത്തി. അന്വേഷിച്ചിട്ടില്ലേ നടപടി എടുക്കാൻ പറ്റുള്ളൂ. അന്വേഷിക്കാതെ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. ജനാധിപത്യമല്ലേ. അപ്പോൾ അത് നാളേക്ക് അവർക്കൊരു സൗകര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ അന്വേഷിക്കാതെ നടപടി എടുത്താൽ. ഇതിനൊരു ടൈം ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരണം. അതിപ്പോൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? മന്ത്രിക്കാണോ അതോ ഡിപ്പാർട്ട്മെന്റിനാ? അത് എനിക്ക് കിട്ടുമല്ലോ. ഇതിലിപ്പം മറ്റിടങ്ങളിലൊക്കെ സമാനമായ രീതിക്ക് ഒരുപാട് സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെയാണ് തകരാറ് വന്നത് ഇതിലെന്താ അറിയോ, നിങ്ങൾ തന്നെയാണ് മീഡിയ തന്നെ പലപ്പോഴും കുഴപ്പമുണ്ടാക്കുക. ഒരു പോസ്റ്റ് മാറ്റാൻ പോയാൽ അതിന് ജനങ്ങൾ പ്രതിഷേധം കൂട്ടും, അതിന് വലിയ വാർത്തയാക്കി കൊടുക്കും. അത് മീഡിയ തന്നെയാണ് ഒരു പരിധിവരെ ഈ തടസ്സം നിൽക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും കൂടി നമുക്ക് സഹകരിച്ചാൽ ഒരാളുടെ മരണമില്ലാതെ നമുക്ക് കഴിക്കാൻ സാധിക്കും. കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനായിട്ട്? എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം നടത്തിയിട്ടുണ്ട്. ഒരാഴ്ചൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കിട്ടും. ലൈൻ അവിടെ ഷിഫ്റ്റ് ചെയ്യാനാണ് നിലവിലുള്ള ഈ ഒരു അപകടം സംഭവിച്ച ലൈൻ അത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറ്റാനാണ്. അവർ അവിടെ ഒരു പോസ്റ്റ് ഇടാൻ അവർ സമ്മതിച്ചു തോന്നുന്നില്ല, പുറത്തുകൂടി ഇടാൻ പറഞ്ഞിട്ട്. ഈ അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളിലും ഇതുപോലെ സമാനമായ രീതിയിൽ എല്ലാവിടെയും, അത് മറ്റ് സ്കൂളുകളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങൾ എവിടെയെങ്കിലും അപകടമായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മരണം കഴിഞ്ഞിട്ട് റീത്ത് കൊണ്ടുവച്ചിട്ടോ നഷ്ടപരിഹാരം കൊടുത്തിട്ടോ കാര്യമില്ല. അത് മരണം വരാതെ കഴിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ട്.